പരിശുദ്ധ അമ്മ ഭൂമിയിലായിരുന്നപ്പോൾ കൊച്ചു കുടുംബം, തിരുക്കുടുംബം, പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പിതാവും ഈ ഉണ്ണി ഈശോയും കൂടി ഒന്നിച്ച് താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ യൗസേപ്പിതാവ് രാവിലെ തന്നെ ജോലിക്ക് പോകും. പരിശുദ്ധ അമ്മ തുന്നലൊക്കെ ആയിട്ട് നെയ്ത്തായിരുന്നു പണി. നെയ്ത് അടുത്തുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ നെയ്ത് കൊടുത്ത് അതിൽ കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ലഭിച്ച് അവർ കൊച്ചു കുടുംബത്തിൽ കൊച്ചിന് ഉടുപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് 3 പേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് സുൽക്കൂട്ടി വെക്കും. യൗസേപ്പിതാവ് എന്നും പോയി വരുമ്പോൾ ഒരു തുകൽ സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് വരും. പിന്നെ മീനും ഒക്കെ ആയിട്ട് വരും ഭക്ഷണത്തിനുള്ളത്. ഒരു നല്ലൊരു പാവപ്പെട്ട ഒരു കുടുംബം. ഈ കഥ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ നോവിഷ്യേറ്റിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു സിസ്റ്റർ അതായത് ഈ ഫൗണ്ടേഴ്സിൻ്റെ കഥകളിൽ നിന്ന് അതായത് എഴുതിയ ഡയറി കുറിപ്പുകളിൽ നിന്ന് കിട്ടിയ ഒരു കഥയുടെ ഇതാണ് സാരാംശം. ഫൗണ്ടറിന് ഒത്തിരി വെളിപാടും ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഇങ്ങനെ ദൈവത്തോട് ഒത്തിരി ദൈവികതയുള്ളൊരു വിശുദ്ധ പദവിയിലേക്കുള്ള ഇതൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വിഷൻ പോലെ. അപ്പോൾ അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആ കഥയാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ ഭയങ്കര ആകാംക്ഷയോട് കേട്ടിരിക്കുകയായിരുന്നു. നോവിഷ്യേറ്റ് കാലഘട്ടത്തിൽ ഭയങ്കര ആകാംക്ഷയാണ് ഇതൊക്കെ കേൾക്കാൻ. ഈ സിസ്റ്റർ വരാൻ നോക്കിയിരിക്കും പഴയ കഥകൾ പറയാൻ ഇന്ന് കേൾക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ തിരുക്കുടുംബത്തിൻ്റെ കഥ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഈ കഥ ഇവിടെ പറയുന്നത് ഒത്തിരി പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾക്കൊരു പ്രചോദനമാകാൻ. എന്തുണ്ടെങ്കിലും ഒരു തുച്ഛമായ എന്താണ് നമുക്ക് ഇല്ലായ്മയിൽ നിന്ന് പോലും നമ്മൾക്ക് സന്തോഷം ആയിരിക്കാൻ സാധിക്കും. എല്ലാം പക്ഷേ അതിൽ നിന്നും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കും. തിരുക്കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവർക്ക് അന്നന്ന് കിട്ടുന്ന ആഹാരം, അന്നന്ന് അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആഹാരം കഴിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. ഒന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ബാങ്ക് ബാലൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പാവങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ശരിക്കും ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ലെന്നുകൊണ്ടായിരുന്നു വാസ്തവം. കാര്യം നമുക്കറിയാലോ. ബെത്ലഹേം പോയി, പിന്നെ എന്താണ് സ്വന്തം നാട്ടിൽ നിന്ന് പോയി, പിന്നെ ഈജിപ്തിൽ പോയി നിന്നു, പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള പോക്കും വരവും. അപ്പം ഈ കുഞ്ഞ് ഈശോ 3-4 വയസ്സുള്ള കുഞ്ഞ് ഈശോ ചെറിയ കൊച്ചുങ്ങളുടേതായ കുട്ടിത്തരങ്ങളും ചെറിയ കുസൃതികൾ എന്ന് വെച്ചാൽ കുഞ്ഞി പിള്ളേർ അവർക്കറിയില്ലല്ലോ ഈശോ ദൈവത്തിനാണെങ്കിൽ ആ ടൈമിൽ തന്നെ ഒരു മനുഷ്യക്കുഞ്ഞായിട്ടാണ് ജനിച്ചത്. ആ മനുഷ്യക്കുഞ്ഞിൻ്റേതായ കളികളും കുറച്ച് ബന്ധങ്ങളൊക്കെ കുഞ്ഞു വാവയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെ നോക്കാനും പിന്നെ ഈ നെയ്യാനും അടുക്കളപ്പണിക്കും വെള്ളമാണെങ്കിൽ അവർക്കില്ല അടുത്തെങ്ങും. എത്രയോ ദൂരെ പോകണം. നമുക്ക് ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇസ്രായേൽ ആ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, മിഡിൽ ഈസ്റ്റ് വളരെ മരുഭൂമി പോലെയുള്ള പ്ലേസുകളാണല്ലോ. അപ്പോൾ ഇവർ തിരുക്കുടുംബം താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ ദൂരെയാണ് ഈ ഒരു ചെറിയൊരു ഓലിയാണ്, ചെറിയൊരു ഓവുചാലാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ട് കുറേ സ്ത്രീകൾ ഒന്നിച്ചു പോയി വെള്ളം കൊണ്ടുവരും. അപ്പോൾ ഈ ഉണ്ണീശോ എന്ത് ചെയ്യുന്നറിയാം, കുഞ്ഞാവ പുറകെ ഓടി പോകും. എന്നിട്ട് മാതാവിൻ്റെ ഉടുപ്പിൽ തൂങ്ങി കിടക്കും. ഇങ്ങനെ പിടിച്ചു വലിക്കും പുറകോട്ട്. എന്നിട്ട് പിന്നെ തുള്ളിച്ചാടി മുമ്പോട്ട് പോകും. ഇങ്ങനെയൊക്കെ ഈ സിസ്റ്റർ പറയുമ്പോൾ നല്ല രസമായിട്ടോ. നല്ല സൂപ്പറായിട്ട് കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഉള്ളൊരു കഴിവും മഹാ അത്ഭുതമാണ്. പുള്ളി ഫ്രഞ്ചിലാണ് പറയുന്നത് അപ്പോൾ ഫ്രഞ്ചിൽ കേൾക്കാനും നല്ല രസമാണ്. ഫ്രഞ്ച് ഭാഷ വളരെ ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. അവരുടെ ഒരു പ്രത്യേക ശൈലിയിൽ പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞു വാവേനെയും കൊണ്ട് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ വെള്ളം തലയിൽ വെക്കും, പിന്നെ ഒരെണ്ണം ഒക്കത്ത് വെക്കും. തലയിൽ വെക്കുന്നത് പിടിക്കൂല എന്നുള്ളതാണ് വാസ്തവം. അതൊരു പ്രത്യേക ടൈപ്പ്
ചിരിക വെച്ചിട്ട് അവരെ തലയിൽ മാതാവ് വെള്ളം വെക്കും. അതുപോലെ ആ കൂടെയുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നു. പിന്നെ കയ്യിൽ ഈ കഴുത്ത് ഓഞ്ഞിട്ടുള്ള വലിയൊരു ടൈപ്പ് മൺകുടമാണ്. അത് ഒരു കയ്യിൽ ഒക്കത്ത് വെക്കും. ഈ കുഞ്ഞുവാവനെ ഒരു കൈ കൊണ്ടും പിടിക്കും. അങ്ങനെയാണ് മാതാവ് പോയിക്കൊണ്ടിരുന്നത്. വളരെ നല്ല രസമല്ലേ? ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും കഥ പറയുമ്പം. ഞാനിങ്ങനെ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ഇങ്ങനെ വിഷൻ ആയിട്ട് കാണും. എനിക്ക് എൻ്റേതായ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കാണും. അപ്പോൾ ഞാൻ ഓർക്കും, ശരിയാണ്, സാധാ മനുഷ്യനെ പോലെ ദൈവപുത്രൻ ഭൂമിയിൽ, പിന്നെ ദൈവത്തിൻ്റെ അമ്മ, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ വിശുദ്ധ യോസേപ്പ് പിതാവ്, അവരുടെയൊക്കെ ജീവിതം നമ്മൾക്ക് ഓർക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ ധ്യാനിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ നമ്മളിങ്ങനെ ഓർക്കുമ്പം നമുക്ക് ഭയങ്കര ആത്മീയ അനുഭൂതിയൊക്കെ തോന്നും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരൊത്തിരി കഷ്ടതകളും പട്ടിണിയും ദുരിതവും എല്ലാം കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കഥ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. ആർക്കെങ്കിലും ഇല്ലായ്മ ഉണ്ടെങ്കിൽ അയ്യോ ഞങ്ങൾക്കില്ല, പക്ഷേ അത് ഒന്ന് ഓർക്കണം, നമ്മൾ ഈ ഭൂമിയിൽ എത്ര നാളുണ്ട്? ഒരു മനുഷ്യായുസ് 100 കൂടിപ്പോയാൽ, അത് കഴിഞ്ഞാൽ നല്ലപോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പുറത്ത് നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ബേർഡാണ്. നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോഴും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പം ഒരു പ്രത്യേക സന്തോഷവും സൗഭാഗ്യവും ഉണ്ടാവും നമുക്ക്. നമ്മുടെ സന്തോഷം മരിച്ചതിന് ശേഷം അവിടെ എത്തുമ്പോഴുള്ള ആ സന്തോഷം പറഞ്ഞറിയിക്കാനുണ്ടാവില്ല. അത്രയ്ക്കും സന്തോഷമാണ്, അത്രയും സുരക്ഷിതമാണ് നമുക്ക് ജീവിതം. അപ്പം ഞാൻ ഈ കഥ പറയാൻ മെയിനായിട്ടുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലേക്ക് വിളിച്ചപ്പം അവിടെ അടുത്ത് ഒരു കുടുംബത്തിൻ്റെ കഥകൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അവരുടെ ഇല്ലായ്മ, ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അവർക്ക് ഡിപ്രഷൻ പോലെയുള്ളൊരു പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ഈ കഥ അവരോട് പറയുകയുണ്ട്. കഥ കേൾക്കാനുള്ള മനസ്സിൻ്റെ ഒരു ഇതല്ല അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് അപ്പോഴെന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കാൻ പറ്റാവുന്നതുപോലെ ഞാൻ ശ്രമിച്ച്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഒരു ചെറിയൊരു സഹായം ചെയ്തു കൊടുത്തു. അതിന് ശേഷം ഈ കഥകൾ പറഞ്ഞ് അവർക്ക് എപ്പോഴും നമുക്ക് മെറ്റീരിയൽ ഗിഫ്റ്റ് കൊടുത്ത് എപ്പോഴും നമുക്ക് അതാവാൻ പറ്റില്ല. മെറ്റീരിയൽ ഗിഫ്റ്റ് അപ്പോഴത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്, ഒന്നുമല്ല ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, അത് സഹിച്ചും അതൊക്കെ ദൈവം നമുക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ളൊരു ഓരോ പടവുകളാണ് തന്നിരിക്കുന്നത്. കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ വളരെ മനോഹരമായൊരു ജീവിതത്തിലേക്ക്, അതായത് ഇറ്റേണിറ്റിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാനായിട്ടാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. അത് തരണം ചെയ്തു പോകുക. ഇതിപ്പം നമ്മൾ ഈ സ്കൂളിൽ ഓരോരോ എക്സാം, വലിയ പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, അവർ കഷ്ടപ്പെട്ടല്ലേ പഠിക്കുന്നത്, അല്ലേ? നമ്മുടെ ജീവിതവും ഒരു പരീക്ഷയാണ്. അതായത് ക്ലാസ്സും നമ്മൾ ഒരു കോഴ്സ്, ഒരു ക്ലാസ് പഠിക്കുന്നു, ആ പരീക്ഷയിൽ പാസ്സാകുന്നു, എന്നിട്ട് നമ്മൾ വിജയം കൈവരിക്കുന്നു. അതുപോലെ എനിക്ക് തോന്നുക നമ്മുടെ ജീവിതം. അങ്ങനെ നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളും, അതായത് അതിൽ നിന്നെല്ലാം നമ്മൾ വിജയിക്കുകയാണ്. അതായത് സ്പോർട്സൊക്കെ ഉണ്ടല്ലോ, സ്പോർട്സ് താരങ്ങളൊക്കെ അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു വിജയം കൈവരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങളൊക്കെ കടന്നുപോയി ഭയങ്കരമായിട്ട് സ്ട്രെങ്ത്, അതായത് അവരുടെ മോട്ടിവേഷൻ ജയിക്കണം എന്നുള്ള. അതുപോലെ ജീവിതത്തിൽ പിന്നീട് ഇറ്റേണൽ ഹാപ്പിനെസ്, അതായത് സ്വർഗീയ സൗഭാഗ്യം കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടി നല്ലപോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പം വിചാരിക്കും, പറയാൻ എളുപ്പമുണ്ട് സിറ്റുവേഷന്, പട്ടിണിയും ദുരിതവും കുടുംബത്തിൽ കലഹവും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്ന്. അത് നേരാണ്. അപ്പോൾ ഈ ഉപദേശിക്കുന്ന ആളുകൾക്ക് ഉപദേശിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊരവസ്ഥ വരട്ടെ, അപ്പം നിങ്ങൾ നേരാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തളർന്നു പോകും, അത് മനുഷ്യ സഹജം. പക്ഷേ തളർന്നു പോകാതിരിക്കാൻ ശക്തിയുള്ളവനിലോട്ട് കൂടുതൽ അടുക്കുമ്പം നമുക്ക് ആ തളർച്ച അങ്ങ് കാര്യമാകില്ല.
ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ തളർന്നു പോയാൽ പിന്നെ നമുക്ക് പിടിച്ചു കയറാൻ പറ്റുന്നില്ല. തളർന്നു പോകരുതേ. തളർന്നു പോയെന്ന് വിചാരിച്ച് അയ്യോ തളർന്നു ഇനി ഞാൻ എന്ത് ചെയ്യും, പക്ഷെ പിടിച്ചു കയറാൻ പറ്റുന്നില്ലല്ലോ. തളർന്നുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ നമുക്ക് രക്ഷ കിട്ടുന്നില്ലല്ലോ. അതിന് പോകുമ്പോഴേ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിവേകത്തോടു കൂടി പിടിച്ച് കരകയറാൻ നോക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ കഥ പറഞ്ഞിട്ട് ഇത് വ്യതിചലിച്ചു പോയല്ലോ എന്ന് വിചാരിക്കും. ഇല്ല, ഞാനിത് പറഞ്ഞത് ഒരു മോട്ടിവേഷൻ പോലെ പറഞ്ഞതാ. തിരുക്കുടുംബത്തിൻ്റെ കഥ കണ്ടിന്യൂ ചെയ്യാം. ഒരു ചെറിയ സംഭവം വിവരിക്കുകയുണ്ടായി. യോസേപ്പിതാവ് ജോലി കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടിയാണ്. അന്ന് കുറേ വലിയ ജോലിയായിരുന്നു. അത് ഒരു എന്താ പറയുക, കറക്റ്റ് ടൈമിൽ തീരുന്നില്ല. അതൊക്കെ തീർത്ത് കൊടുക്കേണ്ടതാണ്. എന്തോ രാജകുടുംബത്തിൻ്റെ എങ്ങാണ്ടോ എന്തോ ഒരു ജോലിയായിരുന്നു, എന്തോ ഒരു ഫർണിച്ചർ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവസാനം പൈസ ചോദിച്ചപ്പം പൈസ കിട്ടിയില്ല. അതായത് അവർ പറഞ്ഞു നാളെ വരാൻ. ശരിക്കും പറഞ്ഞാൽ അന്ന് സാധനം വാങ്ങാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് അന്ന് കൊണ്ട് എന്നാലാണ് കുഞ്ഞുവാവയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇവർക്ക് കാരണവന്മാർ വിശന്നിരുന്നാലും അവർക്ക് യേശുപിതാവിന് സങ്കടമില്ല എന്ന് വെച്ചാൽ എന്നാലും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞുവാവനെ എങ്ങനെ പട്ടിണിക്ക് കിടത്തും, അതിന് കൊടുക്കാനൊന്നുമില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ പിന്നെ എന്നിട്ട് യേശുപിതാവ് ഭയങ്കര ഇങ്ങനെ ആരോടും ഇങ്ങനെ തുറന്നൊന്നും പറയുന്ന ഒരു ടൈപ്പല്ല. അപ്പം അതൊക്കെ ഇങ്ങനെ പാവത്താൻ്റെ കൂട്ട് ഒരു സൈഡിലൊക്കെ മാറി നിന്ന് ഇങ്ങനെ നോക്കിയും കണ്ടും ഇങ്ങനെ ചെന്ന് ചോദിക്കുക, എനിക്ക് ഇന്ന് തരാമോ, ഇന്ന് തന്നില്ലെങ്കിൽ പട്ടിണിയായിരിക്കും വീട്ടിൽ, എനിക്ക് കുറച്ച് സ്വല്പമെങ്കിലും തരാമോ എന്ന് ചോദിക്കുവാന്ന്. അങ്ങനെ ചോദിച്ചതിന് ശേഷം അപ്പോൾ അയാൾ ഇപ്പോൾ ഈ പണി ഏൽപ്പിക്കുന്നത്, അപ്പോൾ രാജകുടുംബത്തിൻ്റെ പണിയാണ്, എന്തോ ഫർണിച്ചർ ചെയ്ത് കൊടുക്കുവാണ്. അത് ചെയ്യുന്ന മന്ത്രിയോ അതിൻ്റെ എന്തോ ഓഫീസർമാർ അവർ എന്തോ കുറച്ച് പൈസയൊക്കെ ശേഖരിച്ച് കുറച്ച് എന്താ ശേഖരിച്ച് കയ്യിൽ കൊടുത്തു. അതുകൊണ്ട് പോയി മാർക്കറ്റിൽ പോവുക, തിരക്ക് പിടിച്ചു പോവുക. കാരണം ഇരുട്ടായി, ഒത്തിരി ഇരുട്ടായി. പരിശുദ്ധ അമ്മ ആണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഇരിക്കുക, എന്നിട്ട് പേടിയാകുന്നു. അതായത് യേശുപിതാവിനെ കാണുന്നുമില്ല, ഭയങ്കര സങ്കടത്തിൽ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചിച്ചിരി ദൂരം മാറി ഈ പരിശുദ്ധ അമ്മയുടെ ആരോ ബന്ധുക്കൾ അവിടെ താമസം. അവിടെ അന്ന് കാലത്ത് ഫോണും കാര്യങ്ങളും ഓടും, കൊച്ചിനെടുത്തിട്ട് ഓടിപ്പോയിട്ട് വന്നില്ല, ജോസഫ് വന്നില്ല എന്ന് പറയും. അപ്പോൾ ആണോ, അപ്പോൾ ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെയും കൂട്ടി പുള്ളിക്കാരിയും പരിശുദ്ധ അമ്മയും കുഞ്ഞുവാവയും അവിടെയും ചെറിയ വേറെയും കുഞ്ഞുവാവകളുണ്ട്. അവരെല്ലാം കൂടി നടന്ന് ഒരു ചെറിയ ചെറിയ ഒരു ഇടുങ്ങിയ വഴി കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശുപിതാവ് ഇങ്ങനെ കയ്യിൽ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങി വലിഞ്ഞു കുറേ ഇത് പണി സാധനങ്ങളൊരു കയ്യിൽ, ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരു കുഞ്ഞ് സഞ്ചിയിൽ വാങ്ങി വരുക. അപ്പോൾ വന്നു കഴിയുമ്പോൾ കുഞ്ഞുവാവ് ഓടിച്ചെന്ന് അപ്പൻ്റെ കാലിൽ, അത് കാലിൽ മുട്ടിൻ്റെ എത്ര പൊക്കമുള്ളൂ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. യേശുപിതാവ് അന്നേരം അപ്പോൾ മാതാവ് യേശുപിതാവിൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ കയ്യിലോട്ട് വാങ്ങും. അന്നേരം വേണ്ട, അതിന് കനം കൂടുതല, ഞാൻ പിടിച്ചോളാം എന്ന് പറയും. അന്നേരം കുഞ്ഞുവാവ എന്നെ എടുക്ക് എന്ന് പറഞ്ഞ് കളിക്കുക. ഞാൻ അങ്ങനെ അന്നേരം കുഞ്ഞുവാവേനെ യേശുപിതാവ് എടുത്ത് 2 കവിളിൽ ഉമ്മയൊക്കെ കൊടുത്ത് തോളത്ത് വെക്കുന്നു. അതായത് കാലപ്പുറത്തോട്ട് തോളത്ത് വെച്ചിട്ട് യേശുപിതാവിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് കുഞ്ഞുവാവ അങ്ങനെ ഇരിക്കുന്നു. യേശുപിതാവ് പണിയായുധങ്ങൾ ഉള്ള കൈ അത് പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് ഉണ്ണീശോയെ താങ്ങി പിടിക്കുന്നു, കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് വീഴാതെ. പരിശുദ്ധ അമ്മ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെയുള്ള സഞ്ചിയായിട്ട് പിന്നെ അവരെല്ലാവരും കൂടി. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ബന്ധുക്കൾ പറയും, പേടിപ്പിച്ച് കളഞ്ഞല്ലോ ജോസഫേ, നീ എന്താ ചെയ്തത്, നീ എന്താ താമസിച്ചത്? അപ്പോൾ കഥകൾ പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവം, പൈസ കിട്ടിയില്ല, ഇനിയിപ്പം നാളെ ചെല്ലുമ്പോൾ പൈസ കിട്ടും. അപ്പോൾ മറ്റേ പുള്ളിക്കാരൻ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. അവരല്ലേ, അവർ പൈസ തരാൻ മടിയന്മാരാണ്, അതുകൊണ്ട് നാളെ ഓർത്ത് ചോദിച്ചോണം, അല്ലെങ്കിൽ കിട്ടുകയല്ല കേട്ടോ ജോസഫേ എന്നൊക്കെ പറയുന്നു.
എന്നിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന പാടെ ഈ ഈ കക്കിരിക്ക മുണക്കത്തി ഇച്ചിരി നീളമുള്ള എന്തോ സാധനമാണെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് വേഗം വരിശാമ്മ അത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത്, പിന്നെ അവർ ഈ എന്താണ് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയാലോ അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വേഗം ഉണ്ടാക്കി പൊടിയൊക്കെ എടുത്ത് വേഗം ഉണ്ടാക്കി വെച്ചിട്ട് അവർ താമസിച്ചാണ് കിടന്നത്. അപ്പോൾ എല്ലാം ഉണ്ടാക്കി കുഞ്ഞുവാവ എന്നേരം യേശുപിതാവിൻ്റെ മടിയിൽ ഇരിക്കുക. യേശുപിതാവ് വേഗം പോയി അവിടെ ഒരു ചെറിയൊരു തടാകം പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വെള്ളം എടുക്കാൻ എല്ലാവരും പോയി. അതിൻ്റെ താഴെ ഭാഗത്തേക്ക് പോയി അയാൾ കുളിക്കാനൊക്കെ സൗകര്യമൊക്കെ ഉള്ളത്. അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനങ്ങൾ അവർ കഥകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ബൈബിളിലെ കഥകളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. തോറയിലെ കഥകളൊക്കെ കുഞ്ഞുവാവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞുവാവ വളരെ അത്ഭുതകരമായിട്ട് അങ്ങനെ കേട്ടിരിക്കും. കുഞ്ഞുവാവ അങ്ങനെ കേട്ടിരിക്കും. യേശുപിതാവിൻ്റെ മടിയിലിരുന്നുകൊണ്ട് എല്ലാ കഥകളും കേൾക്കും. അപ്പോഴത്തേക്കും മാതാവ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു. തിരുക്കുടുംബം ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. പിന്നെ അവർ പോയി കിടന്നുറങ്ങുന്നു. പിന്നെ രാവിലെ ജോലിക്ക് പോകുന്നു. മാതാവ് നെയ്ത്തിന് വേണ്ടി ഈ നെയ്യുമ്പം മാതാവ് ഓരോരുത്തരുടെയും ഓർഡർ പിടിക്കുക. അടുത്തുള്ള എനിക്കിത് ഇന്ന അളവിൽ ഇത് ചെയ്തു തരാം. അവിടെ നെയ്യുവാണല്ലോ, തയ്ക്കുന്നില്ലല്ലോ, നെയ്തെടുക്കും. അപ്പോൾ ആ അളവിനനുസരിച്ച് നെയ്ത് കൊടുക്കും ഉടുപ്പൊക്കെ. ഉണ്ണീശോയുടെ ഉടുപ്പ് തന്നെ പറയുന്നുണ്ടല്ലോ, അന്ന് അങ്കിക്ക് വേണ്ടി കുറിയിട്ടു, കാരണം അത് തുന്നലില്ലാത്തതായിരുന്നു. എന്ന് അത്ഭുതകരമാണ്. വരിശാമ്മ തുന്നലില്ലാതെ അങ്കി കൈകൊണ്ട് തന്നെ മെനഞ്ഞെടുത്ത് നെയ്തെടുത്ത അങ്കിയാണ്. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ നെയ്തെടുക്കും. അവരുടെ വീട്ടിലുള്ള 3 പേർക്കും പിന്നെ അടുത്തുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വാങ്ങിയെടുക്കും. ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് നെയ്ത് തീർത്ത് കൊടുത്ത് അതിൻ്റെ പൈസ വാങ്ങും. അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിങ്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളിവിടെ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളിപ്പം കാണുന്നതല്ലേ പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ അതേ ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരുക്കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അവർ ഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ ഇങ്ങനത്തെ കഥകൾ മരിയ വാൾത്തോർത്തിയുടെ ജീവചരിത്രത്തിൽ നിന്നും വായിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ സിസ്റ്റർ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു മരിയ വാൾത്തോർത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം എന്ന് പറഞ്ഞ അത് ബുക്ക് വായിച്ചു. അതിൻ്റെ വോളിയൂംസ് പലത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ സംശീർണ കഥകളൊക്കെ കൂട്ടി ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളിങ്ങനെ ഇടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. എൻ്റെ കൂട്ടുകാർക്കും എല്ലാവരും മറ്റ് സിസ്റ്റേഴ്സും എല്ലാവരും പറയുന്നു നല്ല കഥകളാണ്, ഇങ്ങനെ ഇട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാകും കേൾക്കാനായിട്ട്. അത് നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് രീതിയിൽ പറയാം. ഐ ആം സോറി, എനിക്ക് ഇൻട്രസ്റ്റിംഗ് രീതിയിൽ പറയാനുള്ളൊരു ഇതില്ല, എന്താ പറയുക, ഇതില്ല. പക്ഷേ എനിക്ക് എൻ്റേതായ ശൈലിയിൽ ഞാൻ പറയുന്നു. ഈ കഥ ഞാൻ എല്ലാ ദിവസവും കഥയല്ല, ഇത് ഓരോ സംഭവങ്ങൾ വിവരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം വേറെ ഒരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിരുക്കുടുംബത്തിൻ്റെ ജീവിതത്തിലെ അവരുടെ ഡെയിലി ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഇടുന്നതായിരിക്കും.